ഹായ്, നമുക്കിന്ന് ഇതളപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ ഇതൾ പത്തിരി എന്നും പറയും. ഇത് ഇഫ്താറിനൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. ഇത് നോൺ വെജ് കറിയോടൊപ്പം അല്ലെങ്കിൽ തേങ്ങാപ്പാലിനോടൊപ്പം ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ അരി അല്ലെങ്കിൽ പച്ചരി യൂസ് ചെയ്യാം. ബസ്മതി അരിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പച്ചരിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അരി നമ്മൾ 6 മണിക്കൂർ കുതിർത്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 1.5 കപ്പ് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണിത്. 1/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അരിയും ചോറും ഒക്കെ നമ്മൾ ഒരേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം. ഇനി ഈ അരി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. മുഴുവൻ തേങ്ങാപ്പാലും ഇപ്പം ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ നല്ലവണ്ണം അരഞ്ഞു കിട്ടില്ല. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. പിന്നെ അരച്ചതിന് ശേഷം ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് ഇപ്പോൾ കട്ടി കൂടുതലാണ്. നമുക്ക് അപ്പത്തിൻ്റെ മാവിൻ്റെ കട്ടിയിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് ഇതളപ്പം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി കുക്കറിൽ ഒരു പ്ലേറ്റ് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കേട്ടിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ചോറുണ്ടെന്ന പോലത്തെ ഒക്കെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി അത് കുറച്ച് നെയ്യ് തടവിയിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. കട്ടി കൂടിപ്പോയാൽ ഓരോ ഇതളിൻ്റെ കട്ടി കൂടിപ്പോവും. അതുകൊണ്ട് നമ്മൾ തട്ടുദോശയുടെ ഒക്കെ വലുപ്പത്തിൽ മാവ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് അരിയേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇതളപ്പത്തിൻ്റെ ഇതളുകൾ കുറവായിരിക്കും. ഇവിടെ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് അരി എടുത്തത്. കുറച്ച് കൂടുതൽ അരി ഇട്ടാൽ കുറേ ഇതളുകളുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ആവി കയറ്റാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൂടി പോകരുത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തെ പോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാവ് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി മാവ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഇതളപ്പം തയ്യാറായിട്ടുണ്ട്. ഈ അപ്പത്തിന് 4 ലെയറാണുള്ളത്. ഞാനിവിടെ ലെയർ ഇളക്കി കാണിച്ചു തരാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.